എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അങ്ങനെ ഏറെ കാത്തിരിപ്പിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDCയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നേക്കാണ്. 613 പേരാണ് മെയിൻ ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി വിചാരിച്ചതിനേക്കാളും കുറവാണ്. 68.71 മാർക്കാണ് കട്ട് ഓഫ്. അപ്പൊ സത്യത്തിൽ ഞാനൊക്കെ പ്രതീക്ഷിച്ചത് ഒരു 65 മുതൽ 73 വരെ ആ റേഞ്ചൊക്കെ പ്രതീക്ഷിച്ച, പക്ഷേ കട്ട് ഓഫ് 68.71 ആണ് വന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനൊന്ന് അനലൈസ് ചെയ്യാം. കാറ്റഗറി നമ്പർ 39/2025. സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 26,500 മുതൽ 60,700 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ലിസ്റ്റ് ഇതാ കിടപ്പുണ്ട്, കണ്ടോ. അതിനകത്ത് ടോട്ടൽ 613 പേരാണ് മെയിൻ ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ അതിനുശേഷം സപ്ലിമെന്ററി ലിസ്റ്റും വരുന്നുണ്ട്. അതിനുശേഷം ദാ ഇവിടെ താഴെ കിടപ്പുണ്ട് കട്ട് ഓഫ് എത്ര കിടപ്പുണ്ട്? യെസ്, 68.71 മാർക്കാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അപ്പൊ അതിന്റെ ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ പറ്റും, അറിയിക്കും അവര്. അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മെയിൻ റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പൊ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നത് മുതൽ സൂപ്പർ നോട്ട്സിൽ ഒരുപാട് കുട്ടികൾ അവർ ഇതിനകത്തെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അങ്ങനെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. അതായത് മെയിൻ ലിസ്റ്റ് വരുന്ന സമയത്ത് സൂപ്പർ നോട്ട്സിന്റെ കുട്ടികളായിരിക്കും റാങ്ക് ലിസ്റ്റ് ഫുള്ള് വരാൻ പോകുന്നത്. ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളുടെ വിജയത്തിൽ, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ വിജയത്തിൽ സൂപ്പർ നോട്ട്സ് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളുടെ വിജയം എല്ലാവരും അറിയട്ടെ. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ വിജയം ഉണ്ട്. ഒരുപാട് വിഷമിച്ചില്ലേ? ഒരുപാട് വിഷമിച്ചു. അതായത് എനിക്ക് ഉറപ്പാണ് ഈ ദേവസ്വം എക്സാം എഴുതിയ ഒരാളും മനസ്സമാധാനത്തോടെ പിന്നെ അങ്ങോട്ട് ഇതുവരെയുള്ള ദിവസങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല. ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് എക്സാം ഡിലേ ആയി, അതേപോലെ തന്നെ അതിനുശേഷം കേസ് വന്നു, അതിന്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട്. ഇന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കേസിന്റെ ഒരു വാദം കേൾക്കേണ്ട ദിവസമായിരുന്നു, August 11. പക്ഷേ ജഡ്ജി വന്നിട്ടില്ലായിരുന്നു, വീണ്ടും നീട്ടി വെച്ചു അത്. അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ആ ന്യൂസ് ഒക്കെ കേട്ടാണ് നിങ്ങൾ എക്സാം എഴുതിയത്. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നില്ലേ, നിങ്ങളുടെ വലിയ വിജയമാണത്. ഒരുപാട് സന്തോഷം അതിനകത്ത്. അപ്പോൾ നിങ്ങളുടെ വിജയത്തിൽ സൂപ്പർ നോട്ട്സ് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. സോ താങ്ക് യു ആൾ. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം കേട്ടോ.